ഫ്രണ്ട് സ്റ്റോറി ഇട്ട് പോവാം. അങ്ങനെ ഫോൺ പ്ലീസ് മമ്മി ഇവർ എനിക്ക് പറയില്ല, എൻ്റെ അച്ഛൻ പറയുമായിരുന്നു ഹീറോയിൻ്റെ അമ്മയെ പോകായിരുന്നു. ഇവിടെ എൻ്റെ തള്ളി കിട്ടി. ശരി മാ ഞാൻ പറയാം. ഫസ്റ്റ് ബേബിനെ പറയാം, ഇതാണ് ജിൻ. ഇവൻ എല്ലാവരുടെ വലുതാണ് ജിൻ. അതുമാത്രമല്ല ഇവനൊരു ഡയറക്ടറാണ്. എൻ്റെ അമ്മി പറയുന്നു ഡാഡി. യെസ് മാ, ഇവനൊരു ഡയറക്ടറാണ്. മൂവി വെച്ച് ഡ്രാമ മൂവിയിലെടുക്കൂ. അതുമാത്രമല്ല ഇവനൊരു ഫേമസ് ആണ്. പിന്നെ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇവനക്ക് തിയേറ്ററുണ്ട്. അതെ, മൂവി തിയേറ്ററുണ്ട്, സിറ്റി സെൻറ്ററുണ്ട്. ഡാഡി അതാണോ? അതെ. ഇതെല്ലാം കണ്ടോ? അങ്ങനെ ഫോട്ടോസിൻ്റെ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ ആയിട്ട് വീഡിയോ ആക്കി കാട്ടിയായിരുന്നു. വാവ് ഡാഡി ഒരു ഫേമസ് ആണ്. അത് മാത്രമല്ല ഇവർക്ക് മാമക്ക് വൈഫ് ഇവർക്ക് ആരും മാരേജ് ആയില്ല, സിംഗിളാണ്. അത് മാത്രമല്ല ഇവനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എൻ്റെ ഡാഡി പറയുന്ന യെസ് മാ, ഇവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ശരി ഡാഡി എന്ന് ഹീറോയി പറഞ്ഞിരുന്നു. ശരി ഓക്കെ. ഇവർ ഒരേ പെണ്ണ് മാരേജ് കഴിക്കുമെന്ന് ഇങ്ങനെ അതുമാത്രം ഹീറോയിൻ്റെയോട് പറഞ്ഞില്ല. അവർ ഒരേ ഒരു പെണ്ണിന് മാത്രം അവർ മാരേജ് കഴിക്കും. അതുമാത്രമാണ് ഈ കഥയിലും. ഹീറോയ്ക്ക് അറിയില്ല. മമ്മി ഡാഡി, എൻ്റെ ഡാഡി പറയാം അവർക്ക് ഒന്നില്ലപ്പോൾ ഡാഡി ഓർക്കായിരുന്നു. ശരി ഓക്കെ. ഇതാണ് ഷുഗ ആണോ? ഫുൾ നെയിം പറഞ്ഞു. ഡാഡി മിന്നുങ്കി. ഓക്കെ പറഞ്ഞോ. ശരി ഓക്കെ. ഇവൻ ഒരു ഫാഷൻ ഡിസൈനറാണ്. ഫാഷൻ ഡിസൈൻ പറഞ്ഞാൽ അതെ, ഡ്രസ്സിൽ സാരി, ട്രഡീഷണൽ ഡ്രസ് സാരിയിലുണ്ടാക്കാം. എന്നെയും കുറിച്ച് അതെല്ലാം അറിയും. അതുമാത്രമല്ല അവർക്ക് കമ്പനിയുണ്ട്, ഡ്രസ് കമ്പനി. അതെല്ലാം ഉണ്ടോ ഡാഡി? യെസ്, ഡ്രസ് ഇതുണ്ട്. ഫാഷൻ ഡിസൈൻ എൻ്റെ മോഡൽ ഫോട്ടോസ് ഡ്രസ്സിലെടുക്കാം. അതെല്ലാം കമ്പനി വെച്ച് റൺ ചെയ്യാം. അതാണോ ഡാഡി? ഫേമസ് ആണ്. ശരി. ഇവനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ശരി ഡാഡി. നെക്സ്റ്റ് ഇവനാണ് ജേഹോബ് പറഞ്ഞെന്താ ഡാഡി? ഇങ്ങനെ ഫുൾ നെയിം. എനിക്ക് ബായിൽ വരുന്നില്ല അച്ഛാ. അയ്യോ ഇവളെ വെച്ച് എന്ത് ചെയ്യാം? ശരി ഓക്കെ. ഇവനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇവൻ പറഞ്ഞ് ഇങ്ങനെ ജേഹോപ്പിനെ കുറിച്ച് പറഞ്ഞു. ഡാൻസറാണ്. അത് മാത്രമല്ല ഇത് വെച്ച് ഇങ്ങനെ കമ്പനി റൺ ചെയ്യാം. ഡാൻസറാണോ? യെസ് ഡാൻസറാണ്. ശരി ഓക്കെ. ഇവനാണ് പാർക്ക് ജിമിൻ. എൻ്റെ പേര് പാർക്ക് ഇവിടെ ഉണ്ടല്ലോ അച്ഛാ. അയ്യോ പ്രിയ, പാർക്ക് ജിമിൻ. പാർക്കാ. ശരി ഓക്കെ. ഇവനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇതാണ്. ഡാഡി ശരി. ഇവനെപ്പാണ് കിങ്ങാ. അയ്യോ ഇവൻ നിക് നെയിം വി. വിയാ. എന്താ അച്ഛാ വി എന്ന് വരാ? അയ്യോ പ്രിയ, അത് നെയിം. ഓക്കെ അച്ഛാ. ഇവനാണ് ജിയാൻ ജങ്കുവാ. അതെന്താ അച്ഛാ ജങ്കുക്ക്? അയ്യോ ജങ്കുക്ക്. ഇവന് കുക്കി എന്ന് വിളിക്കാം. നിക് നെയിം കുക്കി. ജങ്കുക്ക് എന്ന് വിളിച്ചാൽ മതി. ശരി അച്ഛാ. ഇവളെ അച്ഛൻ എന്ത് ചെയ്യാം? ഇവർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അച്ഛാ ഇവര് ഗേൾ ഫ്രണ്ട് കാട്ടച്ചാ. അത് ഗേൾ ഫ്രണ്ട് കാട്ടിയാണ്. ഇതാണ് ജിന്നിൻ്റെ ഗേൾ ഫ്രണ്ട്. അച്ഛാ ഷിഗൻ്റെ ഗേൾ ഫ്രണ്ട്. ഫുൾ ഫോട്ടോ നോക്കോ അച്ഛാ. ഇത് അതെ, ഇവർ 7 പേരെ ഗേൾ ഫ്രണ്ടാണ്. അച്ഛാ ഒരു ഗേളാ? യെസ്, ഒരു ഗേളിനാണ് അവർ മാരേജ് കഴിക്കണം. അത് മാത്രമല്ല അവർ ഒരു പെണ്ണിന് തന്നെ അവർ മാരേജ് അവർ മുമ്പേ ഉറപ്പിച്ചായിരുന്നു. അതുപോലെ ഒരു ഗേൾ അവർക്ക് പിടിച്ച മതിയുള്ള. അച്ഛാ ഗേൾ ഫ്രണ്ട് എന്ത് ചെയ്യാം? ഗേൾ ഫ്രണ്ട് പേര് ഇതാണ് പറഞ്ഞത്. അച്ഛാ എന്ത്? അങ്ങനെയാണോ അച്ഛാ? അതുമാത്രമല്ല ഇവളൊരു ആക്ടറാണ്. എന്താ അച്ഛാ? ഇവളൊരു ആക്ടറാണ്, ഒരു മോഡലാ. അപ്പോൾ ആൻറ്റിക്ക് ഇവരെ പിടിച്ചിനാ? ഇല്ലമ്മ, ആൻറ്റിക്ക് ഇവരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മളിലേതോ ഫാമിലിയിലൊരു പെണ്ണിന് അവർക്ക് മാരേജ് കഴിക്കണം ഭയങ്കര ആഗ്രഹമാണ്. എന്താ വെച്ചാൽ പറയുന്നത്? അതെ അമ്മ, എൻ്റെ ആൻറ്റി ഇവിടേക്ക് വരാൻ പോവാ. ആൻറ്റി വരാൻ പോവാ? അതെ അമ്മ, അതെ ആൻറ്റി കണ്ടിട്ട് ഇവിടേക്ക് വരും. അങ്കിള് വരുമോ? അങ്കിള് വരും. ശരി അമ്മ ഞാൻ പോവാ. അങ്ങനെയായിട്ട് ഹീറോ അടിച്ച് പോയിരുന്നു. അച്ഛൻ തല കൈയഴിക്കുക. ഇവർക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ഇപ്പം എന്താ ചെയ്യാം? ഗേൾ ഫ്രണ്ട് കൂടെ വരും എന്നെ അങ്കിള് ഹീറോയുടെ ഡാഡി ഓർക്കുക. അതെ, ഡീറ്റെയിൽസ് മുമ്പ് പറഞ്ഞിട്ട് ഗേൾ ഫ്രണ്ട് കൂടെ വരാം അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിട്ട് ആ പെണ്ണ് വന്നില്ല മതിയാണ് ഹീറോയുടെ അച്ഛൻ ഓർക്കായിരുന്നു. എനിക്ക് ആ കുട്ടീനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഹീറോയുടെ അച്ഛൻ പറയായിരുന്നു അമ്മേൻ്റെ. അതെന്ന് എനിക്കും പിടിച്ചില്ല. അത് നമ്മൾ ഗേൾ ഫ്രണ്ട് നമുക്ക് നോക്കാം. 7 പേരെ കൂടെ ഉണ്ടായിരുന്നു ഗേൾ ഫ്രണ്ട്. ആ ഗേൾ ഫ്രണ്ട് പറയായിരുന്നു, ജിമിൻ എന്താ നീ അവനൊക്കെ ചില ഒരിക്കലും നമ്മൾ 2 പേര് ഇങ്ങനെയായിട്ട് റൊമാൻസ് ചെയ്തിരിക്കാൻ. നമ്മൾ 7 പേരും എൻ്റെ ചേട്ടന്മാരും അങ്ങനെയാണെന്ന് ജിമിൻ പറഞ്ഞു. ഞങ്ങൾ മാരേജ് അയച്ചാൽ മാത്രം ടച്ച്, അത് മാത്രമല്ല വൈഫിനെ ഇപ്പം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ആ പെണ്ണ് കുറച്ച് ടെൻഷനായിരുന്നു. ആ ഗേൾ അവിടുന്ന് പോയിരുന്നു.
വി കേട്ടോ എന്തടാ അതെടാ അവ പറയുന്നത് നമുക്ക് അവളെ പിടിച്ചതുമില്ല എന്താ ചെയ്യുക എന്ന് വി പറയുന്നു. വേറെ എന്താ ചെയ്യടാ ഇല്ല അവൾ നമ്മളെ പിടിച്ച് തയങ്ങാണ് മാത്രം ഞാൻ പറഞ്ഞ കൊണ്ട് മാത്രം അവൾ നല്ല കേൾ പറ എനിക്കവളെ പിടിച്ചിട്ടില്ല എന്ന് അവർ പറയായിരുന്നു. അതെ ആറമാണ് ആ കുട്ടിയെ പ്രപ്പോസ് ചെയ്ത് സൂസൈഡ് ട്രൈ അങ്ങനെ ഇങ്ങനെ ചെയ്യുമായിരുന്നു മിറട്ടായിരുന്നു. അതുകൊണ്ട് ആറും അക്സെപ്റ്റ് ചെയ്തായിരുന്നു. അവൾക്കാണോ ഇഷ്ടം പ്രപ്പോസ് ചെയ്തത്. ജിന്നക്കും ഇഷ്ടമല്ലായിരുന്നു. ആർക്കും അവളെ ഇഷ്ടമില്ല. ആർക്കും പിടിക്കില്ല. ഇപ്പം എങ്ങനെ ഇവിടുന്ന് തപ്പിക്കാം എന്ന് അവർക്ക് പിടിച്ച മതി ഒരു ഗോളും കിട്ടില്ല. ഇപ്പം എന്താ ചെയ്യാന്ന് അവർ ഒരുപാട് സാഡായിരുന്നു. ശരി ഓക്കെ നമുക്ക് പോവാന്ന് ആ പെണ്ണ് പറഞ്ഞു. ഹറം എവിടേക്കാ പോവാ ഞങ്ങൾ ഇന്ത്യക്ക് പോവാ എന്ന് ആ പെണ്ണോട് പറഞ്ഞായിരുന്നു. ഇന്ത്യ എനിക്ക് വരാൻ പറ്റില്ല ബേബി നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോയിട്ട് വാ എനിക്ക് ലണ്ടനിക്ക് ഷൂട്ടിംഗ് ഉണ്ടോ എൻ്റെ പെണ്ണ് പറഞ്ഞേനെ എനിക്ക് തന്നെ ഷൂട്ടിംഗ് ഉണ്ട് പറഞ്ഞു. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആറമ്മക്കും ആ പെണ്ണിന് മേലെ കുറച്ച് ഡൗട്ടുണ്ട് ഇങ്ങനെ ആയിട്ട് തപ്പിക്കോണം. ആറമ്മ ഒരു ബിസിനസ് ഒരാൾ എന്നായിട്ട് ആ പെണ്ണ് എന്തെല്ലാം ചെയ്യുന്ന കാര്യം ആറമ്മക്ക് എല്ലാവരും അറിയാം. അവൾക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓൾറെഡി ആ പെണ്ണിക്ക് മാരേജ് കഴിഞ്ഞാൽ ആറമ്മക്ക് എനിക്ക് ആ ഫുള്ള് ഡീറ്റെയിൽസ് പറയും. അവൾ പോകുന്ന ഒരാളെ വിളിച്ചായിരുന്നു. ഇങ്ങനെ എന്താ ബോസ് നീ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് വേണം എന്ന് രണ്ടുപേരോട് പറഞ്ഞാണ്. ശരി ബോസ് ഓക്കെ നിങ്ങൾ രണ്ടുപേരാണ് അവൾ കൂടെ പോകുന്നത്. നിങ്ങൾ ആരെന്ന് പറയാൻ പാടില്ല മനസ്സിലായി. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. ശരി ബോസ് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. നിങ്ങൾ വെച്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർ പോയി. ഒരാൾക്ക് കോൾ ചെയ്ത് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് ഞങ്ങൾ കൂടെ വരാം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് പറഞ്ഞത്. അങ്ങനെ ആ ഗേളിൻ്റെ കൂടെ പോയായിരുന്നു. ആരാണ് ആർക്കും അറിയില്ല. അങ്ങനെ അവർ സമാധാനമായി. എങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് കിടന്ന് അവൾ നമ്മളിവിടുന്ന് തപ്പിക്കോളും പറഞ്ഞു. ഇപ്പോൾ സീക്രട്ടായിട്ടിരിക്കണം. ആ പെണ്ണിൻ്റെ ഹസ്ബൻഡൊക്കെ അറിഞ്ഞെന്ത് ചെയ്യുക. അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്താൽ പിന്നെ നീ പറയണം എന്ത് ആ പെണ്ണ് പ്ലാൻ ചെയ്തിരുന്നു. ഒരുവേള എൻ്റെ ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്തിട്ട് ഇവരെ വെച്ചിക്കോണം ഇല്ല ഇവർ മാരേജ് കഴിക്കാൻ. ആ പെണ്ണിൻ്റെ ഫ്രണ്ട്സെല്ലാം പറയുന്നത് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലേടി ഇവർ കൂടെ ക്ലോസ് ആവണടാ അതുകൊണ്ട് ക്ലോസ് ആയ പിന്നെ ഇതാകെ ചെയ്യാമെന്ന് ആ പെണ്ണും ആ ഫ്രണ്ടിനോട് പറയായിരുന്നു. അവളെ ഫ്രണ്ടിന് ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ പോയായിരുന്നു. ആ പെണ്ണ് ആ ഫ്രണ്ടിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. അവർ ഒരുമാതിരി നോക്കുമായിരുന്നു. പിന്നെ ഒരാളും നോക്കുമായിരുന്നു. ശരി ഓക്കെ എന്ന് പോയി.